ഹലോ ഹായ്, നെയ്യാർ ഫ്രീക്ക് കാണുന്ന എല്ലാ മച്ചന്മാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നും അതുപോലെ ഫിഷിംഗ് വീഡിയോ ആണ്. മീനുകൾ കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം മണി 6:15 കഴിഞ്ഞ്, സൗദി ടൈമാണേ. ഒരു ഉച്ചയായ മട്ടുണ്ട്. നോക്കി, സൂര്യനൊക്കെ നോക്കി കണ്ടോ. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം മച്ചാന്മാരെ, നമ്മൾ കടൽക്കരയിൽ വന്നു കേട്ടോ. കടലാണെങ്കിൽ ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണെന്ന് കടൽ നോക്കിയിരിക്കുന്നത്. എന്താകുമെന്നൊന്നും അറിയത്തില്ല, നോക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ മീൻ അടിച്ചിരിക്കുന്നു. ഷേരിയാണ്. ഞാനും ഒട്ടും സമയം കളഞ്ഞില്ല. നമ്മളെ ചൂണ്ടയിൽ കൊഞ്ചൊക്കെ കൊരുത്ത് അങ്ങനെ കടലിലേക്ക് എറിഞ്ഞു കുറച്ച് സമയങ്ങൾക്ക് ശേഷം എൻ്റെ ചൂണ്ടയിൽ ഒരു മീനടിച്ചു. ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മളിവിടെ ഇന്ന് നമ്മുടെ റോഡും റീലൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ഏറ് ചൂണ്ടയിലാണ് ഇന്നത്തെ മീൻ പിടുത്തം. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ വലിച്ചു കയറ്റിയത് എൻ്റെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് വന്നത് നമ്മളതേ മറ്റേ ആ സുനയാണ്, കൊറോണ. എന്താണെങ്കിലും അജയണ്ണനടുത്ത മീനടിച്ചിരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഒരു ഷേരിയാണ്. സന്തോഷമായിട്ട് ആണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അടുത്തത് അജയണ്ണൻ്റെ ചൂണ്ടയിൽ അടിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞൻ മാന്തളാണ് അടിച്ചത്. ഈ മീനിന് അത്യാവശ്യം ഇവിടെ പ്രൈസ് ഉള്ളതാണ് കേട്ടോ. ഏതാണ്ട് അറൗണ്ട് ഒരു 40 റിയാൽ വരെ കിലോയ്ക്ക് വിലയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കുഴപ്പമില്ല. അങ്ങനെ അജയണ്ണൻ്റെ ചൂണ്ടയിൽ നമ്മളെ മറ്റേ പറഞ്ഞിരുന്നത് ഈ കൊറോണ ഇവൻ അടിച്ചിരിക്കുന്നു. ഇതെനിക്ക് കിട്ടിയതാണ്. ഒരു രക്ഷയില്ല കേട്ടോ ഇവ ഉണ്ടെങ്കിൽ. ഈ കാണുന്നത് ഒരു ബായിയാണ് കേട്ടോ. ബായി നമ്മളിവിടെ വന്നതല്ല. അങ്ങനെ അജയണ്ണൻ അടുത്ത മീൻ അടിച്ചിരിക്കുന്നു. തീരെ കുഴപ്പമില്ലാത്തൊരു ഷേരിയാണ്. ഹാപ്പി. ഓക്കെ, കൊണ്ടുവന്ന് പൊളക്കത്രേ. ഞാൻ ബക്കറ്റ് അങ്ങ് എടുത്തരാം. അങ്ങനെ അജയണ്ണന് അടുത്ത ഷേരി അടിച്ചിരിക്കുന്നു. ഒരു മീഡിയം സൈസ് ഷേരിയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, സന്തോഷം. നമ്മളെ സ്ഥിരം സ്പോട്ടായ കത്തീഫിൽ ഇന്ന് കടൽ വല്ലാത്തൊരു അവസ്ഥയിലാണ്. കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര അലയടിക്കും. അങ്ങനെ അജയണ്ണൻ അടുത്ത മീനിനെ തൂക്കിയിരിക്കുന്നു. അതും തീരെ കുഴപ്പമില്ലാത്തൊരു ഷേരിയാണ്. ഇത് മാന്തള് ഭയങ്കര വിലയുടെ സാധനമല്ലേ ഇത്? സൗദി അറേബ്യയിൽ ഞാൻ കേട്ടില്ലേ കൊച്ച് അതിന്റെ വലുതല്ലേ? എടുക്കണേ വാ. ഇത് തറയല്ലേ, തറയെ പിടിച്ച് വയ്യാൻ കിട്ടുന്നത്. ഭയങ്കര വിലയുടെ സാധനമല്ലേ മാന്തള്. ഭയങ്കര ടേസ്റ്റുള്ള മീൻ. വിലയുണ്ട്. വിലയുണ്ട്. സൗദി അറേബ്യ കിട്ടുന്നു. വാ, പഠിയാ ഞാൻ പിടിക്കണോ? എവിടെ പഠിത്തന്നറിയോ? കഴുത്തിൽ വായിക്കാതെ തന്നെ. എനിക്കൊരു വലിയ മീൻ കിട്ടിയല്ലേ. നിങ്ങളെ പിടിച്ച് ഇറക്കിപ്പിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. അത് എവിടെയാണ് അത് കൊടുത്തിയത്? കിട്ടാതെ ക്യാപ്പഴ വാ വലിച്ചു തുടങ്ങി.
അങ്ങനെ ഇപ്പോൾ കിട്ടിയത് നമുക്കൊരു മാന്തളാണ് കേട്ടോ, ഒരു മീഡിയം സൈസ് മാന്തളായിരുന്നത്. ഈ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ആനന്ദമാണ്. ഇതുപോലെ മീനൊക്കെ കിട്ടി, മീനൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്കതൊക്കെ മാറി എല്ലാം മറന്നിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഈ മീൻ പിടുത്തം എന്ന് പറഞ്ഞത്. അതൊരു പക്ഷേ ചൂണ്ടയിടാൻ പോകുന്നവർക്കൊക്കെ അറിയാം അല്ലേ, അതൊരു വല്ലാത്ത ഫീലാണ്, ടെൻഷൻ ഫ്രീ, അത് തന്നെ പറയാം. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ഇതിൻ്റെ വലിയാണോ. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം എൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. തീരെ കുഴപ്പമില്ലാത്തൊരു ഷേരിയാണ് കേട്ടോ. മീൻ പിടുത്തമാണത്, കണ്ടോളൂ. ഇളക്കിയിടണം, നിങ്ങൾ തന്നെ മീൻ പിടിക്കാനേ അറിയാവൂ, ചൂണ്ടയെന്ന് റിലീസ് ചെയ്യാൻ അറിയത്തില്ല. കൈ മുറിച്ചു. ഓക്കെ, കടലിൻ്റെ ആരവം വല്ലാത്തൊരു ആരവമായിരുന്നു കേട്ടോ. ഇന്ന് നല്ല കാറ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം നമുക്ക് കുറച്ച് മീൻ കിട്ടുകയും ചെയ്തു. പിന്നെ ആ ചെറിയ കൊറോണയുടെ, സത്യം പറഞ്ഞാൽ ഈ ചെറിയ മീനിനെ ഞങ്ങൾ കൊറോണ എന്ന് വിളിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ പേരതൊന്നുമല്ല. അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം. വേറെന്തോ പേരൊക്കെ അന്ന് പറഞ്ഞായിരുന്നു അത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നമുക്കിന്ന് ഇത്രയും മീനുകളാണ് കിട്ടിയത്. ആകെ മൊത്തം എങ്ങനെയുണ്ട്? അങ്ങനെ ഇന്ന് കിട്ടിയ മീനെല്ലാം റൂമിൽ കൊണ്ടുവന്നു. ഇനി വെട്ടിക്കഴുകി എടുക്കണം, അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടിയൊക്കെ. അങ്ങനെ മീൻ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു, മസാല ഒക്കെ തേച്ചു, ഇങ്ങനെ നല്ല പരിവാക്കി വർക്കൊക്കെ ആയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നന്ദി.